നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇറാൻ ഇസ്രായേൽ സംഘർഷ സമയത്ത് ഇറാനിൽ ഒരു ആഭ്യന്തര അട്ടിമറി നടത്തി ഇറാനിൽ നിലവിലുള്ള ഭരണത്തെ പുറംതള്ളുവാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഇറാന്റെ ഭാഷയായ പാഴ്സിയിൽ ഇസ്രായേൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന് പിന്നിൽ മൊസാദും ഇസ്രായേലിന്റെ ചാര വൃന്ദങ്ങളുമൊക്കെ ആയിരുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അവർ പറഞ്ഞത് സിറിയയിലെ പോലെ തന്നെ ഒരു ഭരണമാറ്റം ഇറാനിൽ ഉണ്ടാകണമെന്ന അർത്ഥത്തിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഇടപെടലുകളൊക്കെ ഇസ്രായേലി ചാരസംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇസ്രായേൽ ഇറാനിലെ തങ്ങളുടെ ചാരന്മാരെ വെച്ച് നടത്തുവാൻ ശ്രമിച്ചു. പക്ഷേ ഇറാൻ അതിൻ്റെയൊക്കെ മുനയൊടിച്ചു കളഞ്ഞു എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വലിയ അറസ്റ്റൊക്കെ ഇസ്രായേലി ചാരന്മാർ റെയ്ഡ് ചെയ്ത് പിടിക്കുന്ന വലിയ ഉദ്യമങ്ങളുമായി ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോடு തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇപ്പോൾ ഇത്തരം അട്ടിമറി ശ്രമങ്ങൾ ഇസ്രായേലിൽ സംഭവിക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ്. ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ ചില്ലറക്കാരൊന്നുമല്ല. പ്രധാനമായും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് യായർ നെതന്യാഹു, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകനാണ്. അദ്ദേഹം പറയുന്നത് ഇയാൻ ഷമീർ, അതായത് ഇസ്രായേലി പ്രതിരോധ സേനയുടെ IDF മേധാവി, അദ്ദേഹമാണ് ഇപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന സൈനിക കലാപങ്ങൾക്കൊക്കെ പിന്നിൽ എന്നൊരു ആരോപണം യായർ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇസ്രായേൽ ഒരുപക്ഷെ ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ, ഒരു ആഭ്യന്തര സംഘർഷത്തിൻ്റെ പിടിയിലാണ് എന്ന രീതിയിൽ തന്നെ വാർത്തകൾ പുറത്തു വരികയാണ്. ഏതു നിമിഷവും ഒരു പട്ടാള അട്ടിമറി ഇസ്രായേലിൽ സംഭവിച്ചേക്കാമെന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങൾ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും ഇയാൻ ഷമീർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇസ്രായേലി യുദ്ധ ക്യാബിനറ്റും ഒക്കെ വലിയ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതായത് പൂർണ്ണമായും ഗസയെ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 5 ബറ്റാലിയൻ സൈന്യത്തെ കൂടി ഇസ്രായേലിലേക്ക് അയക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഇസ്രായേലി പാർലമെന്റ് എടുത്തു എന്ന വാർത്ത പുറത്തു വരികയാണ്. പക്ഷേ ഇയാൻ ഷമീർ ഇതിനെ എതിർക്കുകയാണ്. അദ്ദേഹത്തിന്റെ എതിർപ്പ് എന്ന് പറയുന്നത് ഗസയിലെ ഗ്രൗണ്ട് റിയാലിറ്റി ഉൾക്കൊണ്ട് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഇനിയും കൂടുതൽ സൈന്യത്തെ ഗസയിലേക്ക് അയച്ച് അത് വലിയ സംഘർഷ സാധ്യത ഉടലെടുക്കുന്നതിന് കാരണമാകും. പ്രത്യേകിച്ചും ഒരുപക്ഷെ ഗസ ഇസ്രായേലി സൈന്യത്തിന്റെ ശവപ്പറമ്പായി മാറും എന്ന് തന്നെ ഇയാൻ ഷമീർ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ഗ്രൗണ്ട് റിയാലിറ്റി അത്രത്തോളം അറിയുന്ന ഒരാളാണ്. ഗസയിലേക്ക് ഇനിയും സൈന്യത്തെ അയക്കുകയാണെങ്കിൽ ഗസയിലെ പ്രതിരോധ സംഘടനകൾക്ക് മുന്നിൽ ഇസ്രായേലി സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഇയാൻ ഷമീർ വാദിക്കുന്നുണ്ട്. പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ കൂടുതൽ സൈന്യത്തെ അയച്ച് ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കുവാനുള്ള ശ്രമത്തിന് ഇസ്രായേലി പാർലമെന്റിന്റെ അംഗീകരിച്ച ആ പ്രമേയത്തിന് സൈന്യത്തിന് നേതൃത്വം നൽകുവാൻ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇയാൻ ഷമീറിനോട് ഈ IDF മേധാവി സ്ഥാനം രാജിവെച്ച് പുറത്തു പോകാനാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ഇയാൻ ഷമീറും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള പോര് മൂർച്ഛിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മകൻ യായർ നെതന്യാഹുവിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്നത്. ഇയാൻ ഷമീറാണ് ഇസ്രായേലിൽ നടക്കുന്ന ഈ സൈനിക പിന്മാറ്റങ്ങൾക്കും സൈനിക കലാപങ്ങൾക്കൊക്കെ പിന്നിൽ എന്ന ഒരു വാർത്ത യായർ നെതന്യാഹു ആരോപണമായി മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേലി സൈന്യത്തിലെ നല്ലൊരു വിഭാഗം തന്നെ ഗസയിലേക്ക് പോകുവാൻ ഇപ്പോൾ വൈമനസ്യം പ്രകടിപ്പിക്കുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്താണ്. എന്തായാലും IDF മേധാവിയുടെ മുന്നറിയിപ്പിനോടൊപ്പം തന്നെ അമേരിക്കൻ ഇന്റലിജൻസുകളുടെ മുന്നറിയിപ്പും വരുന്നുണ്ട് എന്ന വാർത്ത പുറത്തു വരികയാണ്. അതായത് ഇസ്രായേൽ കൂടുതൽ സൈന്യത്തെ ഗസയിലേക്ക് അയച്ചാൽ അത് ഇസ്രായേലി സൈന്യം കൂടുതൽ ഗസയിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറുവാൻ ശ്രമിച്ചാലൊക്കെ ഇസ്രായേലി സൈന്യത്തിന് വലിയ തിരിച്ചടികൾ ഉണ്ടാകാം എന്ന വലിയ നിഗമനമാണ് അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലി മാധ്യമങ്ങളും അത്തരത്തിൽ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ ഒക്കെ വിശകലനം വരുന്നത് അങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക്, ഗസയിലെ കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് ഒരുപക്ഷെ ഇസ്രായേലി സൈന്യത്തിൻ്റെ വലിയ നഷ്ടത്തിന് കാരണമായേക്കാം. ഒപ്പം തന്നെ ഈ ബന്ദികളെ പാർപ്പിച്ചിട്ടുള്ള തുരങ്കങ്ങൾക്ക് സമീപത്തേക്ക് ഇസ്രായേലി സൈന്യം എത്തുന്നത് ഒരുപക്ഷെ ബന്ദികളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായേക്കാം എന്ന വലിയ നിഗമനങ്ങളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ നിറയുകയാണ്. പക്ഷേ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. കാരണം യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളം ആകാറായി. പക്ഷേ ബന്ദികളെ മോചിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ബന്ദികളെ മോചിപ്പിച്ചത് തന്നെ അത് ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ്. സൈനികമായി ഇസ്രായേലിന് ഇടപെട്ടുകൊണ്ട് ഒരു ബന്ദികളെ മോചിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടികളാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു സൈനിക നീക്കത്തിലൂടെ ബന്ദികളെ മോചിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഗസയുടെ പരിസ്ഥിതിയും ഗസയിലെ ഈ ഭൂഗർഭ അറവുകളുടെയൊക്കെ സാന്നിധ്യവും ഹമാസിൽ അതിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളുടെ ഒക്കെ ഒരു അവസ്ഥയും വെച്ച് അത് അത്രത്തോളം പ്രായോഗികമായ ഒരു മാർഗമായി
ഇസ്രായേലി പ്രതിരോധ സേനയുടെ നേതാവ് തലവൻ ഇയാൻ ഷമീർ കാണുന്നില്ല. അദ്ദേഹം പറയുന്നത് കൂടുതൽ ചർച്ചകളിലേക്ക് പ്രദേശത്തുള്ള രാജ്യങ്ങളും മായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്തി ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ്. എന്തായാലും 75% ഗസയും ഇസ്രായേലി സൈന്യത്തിൻ്റെ പിടിയിലാണ്. ഇനി അവശേഷിക്കുന്ന ഭാഗം പിടിച്ചെടുക്കുവാൻ ഇസ്രായേലി സൈന്യത്തെ നിയോഗിക്കും എന്ന വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു സമയം കൂടിയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ. എന്തായാലും ഇസ്രായേൽ തന്നെ അകത്തു നിന്ന് തന്നെ അതിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുകയാണ്. പ്രത്യേകിച്ചും ഇസ്രായേലി പ്രതിരോധ സേനയുടെ തലവൻ IDF തലവൻ ഇയാൻ ഷമീർ തന്നെ പറയുന്നത് അത് ഒരുപക്ഷേ ഗസയിലേക്ക് ഇസ്രായേലി സൈനികരെ കൂടുതൽ അയക്കുന്നത് ഗസ ഒരുപക്ഷേ ഇസ്രായേലി സൈന്യത്തിന്റെ ശവപ്പറമ്പായി മാറുന്നതിന് തുല്യമാകും എന്നാണ്. എന്തായാലും ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേലി ഗഡ്സിന്റെ പിന്തുണയും ഇയാൻ ഷമീറിനാണെന്ന വാർത്തകൾ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.